വില കുറഞ്ഞ സ്ഥലത്തിന് വേണ്ടി ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണെന്ന് നമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഭാഗത്താണുള്ളത്. നമ്മൾ ആ സ്ഥലത്തിലേക്ക് വരുന്ന റോഡൊക്കെയാണ് നിങ്ങളെ വീഡിയോന്റെ തുടക്കത്തിൽ കണ്ടത്. നമ്മൾ ആ കണ്ട റോഡ് കുറഞ്ഞ ദൂരം ഓഫ് റോഡാണ്, ഒരു 100 മീറ്റർ ദൂരം. അതിപ്പോൾ നിലവിൽ കോൺക്രീറ്റ് പാസ്സായി നിൽക്കുന്ന റോഡാണെന്നാണ് പറഞ്ഞത്. റോഡ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ 6 ഏക്കർ സ്ഥലമാണുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ്. തുഷാരഗിരി വാട്ടർഫാൾസിന്റെ ഒക്കെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവുള്ള സ്ഥലമാണിത്. നമ്മളങ്ങനെ നമ്മളെ സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ്, ഈ റോഡ് നമ്മുടെ സ്ഥലത്തിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. ഇത് ഏകദേശം നമ്മുടെ ഈ സ്ഥലത്തിന്റെ ലാസ്റ്റ് അതിര് വരെ ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ റോഡിന്റെ 2 വശങ്ങളിലായിട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ചെരിവ് ഇങ്ങനെ ഉണ്ട് താഴ്ഭാഗത്തേക്ക്. ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക് തന്നെ ചെറിയ ചെരിവായിട്ടാണ് സ്ഥലം കിടക്കുന്നത്. ഒരുവിധം ഭാഗങ്ങളൊക്കെ നല്ല ലെവൽ സ്ഥലം തന്നെയാണ്. 6 ഏക്കർ സ്ഥലം. നമ്മൾ ഈ കാണുന്നത് പോലെ ഫുള്ള് മരങ്ങളാണ് നമ്മൾ ഈ 6 ഏക്കർ സ്ഥലത്തുള്ളത്. അത്യാവശ്യം നല്ല വരുമാനമുള്ള ഒരു തോട്ടം കൂടിയാണിത്. ഇവിടെ കൊക്കോ കാണുന്നുണ്ട്. ഒരുപാട് നല്ല കൊക്കോ മരങ്ങളുണ്ട്. കൊക്കോയിൽ നിന്നൊക്കെ നല്ല വരുമാനം തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ റബ്ബർ ഉണ്ട്. വെട്ടുന്ന റബ്ബർ മരം ഇതിലുണ്ട്. ജാതി മരം ഇതിലുണ്ട്. ഒരു 50-60 ഉള്ളിൽ തെങ്ങുകൾ ഇതിലുണ്ട്. നല്ല കായ്ഫലുള്ള നല്ല നാളികേരം ലഭിക്കുന്ന തെങ്ങുകൾ ഇതിലുണ്ട്. അതുപോലെ വലിയ മരങ്ങളൊക്കെ ഇതിലുണ്ട്. കായ്ച്ചു നിൽക്കുന്ന ഒരുപാട് മാവുകൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നല്ല കായ്ച്ചു നിൽക്കുന്ന പ്ലാവുകൾ ഇതിലുണ്ട്. അങ്ങനെ വലിയ മരങ്ങൾ ഇതിലുണ്ട്. നല്ലൊരു പൈസന്റെ മരം ഇതിൽ കാണുന്നുണ്ട്. വണ്ണുള്ള നല്ല തേക്ക് മരങ്ങൾ ഇതിലുണ്ട്. വലിയ കുന്നിമരങ്ങളുണ്ട്. അതുപോലെ ആഞ്ഞിലി ഉണ്ട്, ചടച്ചി, അങ്ങനെ നല്ല മരങ്ങൾ, അത്യാവശ്യം നല്ലൊരു സംഖ്യന്റെ മരം നമ്മൾ ഈ 6 ഏക്കർ സ്ഥലത്തിന്റെ ഉള്ളിലുണ്ട്. നമ്മളങ്ങനെ നമ്മളെ സ്ഥലത്തിന്റെ ഉള്ളിലുള്ള റോഡിലൂടെ ഇങ്ങനെ മുമ്പിലേക്ക് കുറച്ച് വന്നിട്ടുണ്ട്. ഈ റോഡ് നമ്മൾ പറഞ്ഞതുപോലെ ഈ സ്ഥലത്തിന്റെ ഏകദേശം ലാസ്റ്റ് അതിര് വരെ ഇങ്ങനെ റോഡ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ 2 വശങ്ങളിലായിട്ട് തന്നെയാണ് നമ്മുടെ സ്ഥലം ഉള്ളത്. അതുപോലെ നമ്മളെ ഈ സ്ഥലം എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്ന സ്ഥലമാണ്. ഇത് കൃഷിയോട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ തോട്ടം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ഇനി ഫാം നടത്താൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതിനൊക്കെ അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല തണുപ്പാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ആ വയനാടിന്റെ ഒരു ക്ലൈമറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഉച്ച കഴിഞ്ഞാൽ എന്നും ഇവിടെ മഴ തന്നെയാണ്. അങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ നമുക്ക് റിസോർട്ട് നടത്താൻ താല്പര്യമുള്ളവരാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. നല്ല പ്രൈവസി ഇവിടെ ഉണ്ട്. പേപ്പറൊക്കെ ക്ലിയർ തന്നെയാണ്. ആധാരം പട്ടയൊക്കെ ഉള്ള നല്ല ഭൂമി തന്നെയാണ്. അപ്പോൾ റിസോർട്ടിന്റെ ആളുകൾക്കും അങ്ങനെ എല്ലാ ആളുകൾക്കും പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ സ്ഥലം. നമ്മളിപ്പോൾ ഉള്ളിലൂടെ വന്ന റോഡിന്റെ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് ചെരുവായിട്ടാണ്. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എർത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെഡുകൾ അടിക്കാനും അതുപോലെ വില്ലകളും ഹാട്ടുകളൊക്കെ അടിക്കാനൊക്കെ നല്ല സൗകര്യം ചെയ്യാം. നല്ല ലെവലാക്കി എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ ഉള്ളിലൂടെയൊക്കെ വലിയ മരങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതൊക്കെ വലിയ കുന്നിമരങ്ങളാണ്. ഇനി ഇതിൻ്റെ കുറച്ചും കൂടി ഉള്ളിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല വണ്ണുള്ള തേക്ക് മരങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളങ്ങനെ കാണിക്കുന്നത്. 6 ഏക്കർ സ്ഥലം മുഴുവനായിട്ട് കാണിക്കൽ നമുക്ക് കുറച്ച് പ്രയാസം തന്നെയുണ്ട്. ഇവിടുത്തെ ഉള്ളിൽ ഒരു മാവൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. നിറയെ മാങ്ങകളാണ് മാവിലൊക്കെ ഉള്ളത്. ഭാഗത്തൊക്കെ തേക്ക് മരമുണ്ട്, കുന്നിയുണ്ട്, അതുപോലെ ആഞ്ഞിലി ഒക്കെ ഈ ഭാഗത്തേക്കൊക്കെ ഉണ്ട്. നമ്മൾ 6 ഏക്കർ സ്ഥലത്തിന്റെ ഒരു അതിര് ഏകദേശം ഇവിടെ ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട്. ഈ കാണുന്ന ഭാഗം ഇവിടെ വരെയാണ് നമ്മൾ ഏകദേശം ഒരു അതിര് വരുന്നത്. ഇതൊക്കെ നമ്മൾ ആ സ്ഥലത്തിന്റെ ഓരോ ഉൾഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നമുക്ക് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനൊക്കെ ഇതിലുണ്ട്. ഇതൊക്കെ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ചെറിയ ഒരുപാട് തേക്ക് മരങ്ങളോ ഒക്കെ ഇതിൽ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ തെങ്ങ് കണ്ടില്ലേ, നല്ല നാളികേരാണ് തെങ്ങിലൊക്കെ ഉള്ളത്. ഇതുപോലത്തെ നമുക്കൊരു 50-60 ഉള്ളിൽ തെങ്ങുകൾ ഇതിലുണ്ട്. ഇവിടെ പ്ലാവിലൊക്കെ നിറയെ ചക്ക കായ്ച്ചു നിൽക്കുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 50-60 ഉള്ളിൽ തെങ്ങുകൾ ഇതിലുണ്ട്. ഇവിടുത്തെ പ്ലാവിലൊക്കെ നിറയെ ചക്ക കായ്ച്ചു നിൽക്കുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 50-60 ഉള്ളിൽ തെങ്ങുകൾ ഇതിലുണ്ട്. ഇവിടുത്തെ പ്ലാവിലൊക്കെ നിറയെ ചക്ക കായ്ച്ചു നിൽക്കുന്ന നമുക്ക് കാണാം.
അതുപോലെ നമ്മൾ ഈ സ്ഥലത്ത് വെള്ളത്തിന് 2-3 സ്ഥലത്ത് നല്ല ഉറവൊക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഈ പാറൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏത് സമയത്ത് 24 മണിക്കൂറും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓസൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളം എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിങ്ങനെ ഏത് സമയത്തും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ 6 ഏക്കർ സ്ഥലത്തിൻ്റെ മറ്റൊരു വശത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് ഒരുവിധം നിരപ്പുണ്ട് സ്ഥലങ്ങൾ. കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ നിരപ്പുണ്ട്, കുറച്ച് ഭാഗങ്ങൾ ചെരിവുണ്ട്. ഇനിയിപ്പോൾ ഈ ചെരിവുള്ള ഭാഗം നല്ല തട്ടായിട്ടാണ് നമ്മൾ സ്ഥലം കിടക്കുന്നത്. അതൊക്കെ കല്ലുകൊണ്ടൊക്കെ കെട്ടിയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നല്ല എർത്ത് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷെഡുകളൊക്കെ അടിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഇതിലുണ്ട്. ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഷെഡുകളും വില്ലുകളൊക്കെ അടിക്കാൻ പറ്റുന്ന, ഹട്ടുകളൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരുപാട് ഭാഗങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം ടോട്ടൽ 6 ഏക്കർ സ്ഥലമാണുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ് നമ്മുടെ സ്ഥലമുള്ളത്. തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ ഒക്കെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവുള്ള സ്ഥലമാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല പ്രൈവസി ഇവിടെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് കിട്ടുന്നുണ്ട്. വെള്ളത്തിൻ്റെ 2-3 സൗകര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ സൗകര്യം നിങ്ങൾ കാണിച്ചു. ഇനി 2 ഭാഗങ്ങൾ നിങ്ങൾ കാണിക്കാനുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കൃഷി താല്പര്യമുള്ളവരാണെങ്കിൽ കൃഷിക്കാർക്ക് പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ നമുക്ക് ഫാം നടത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ കോഴി ഫാം നടത്താം. ഫാമുകളൊക്കെ ഇതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട്. കോഴി ഫാം, അതുപോലെ പശു ഫാം, അതുപോലെ പോത്തിൻ്റെ ഫാം ആണെങ്കിൽ അങ്ങനെ ഫാമിൻ്റെ ആളുകൾക്ക് പറ്റും. അതുപോലെ റിസോർട്ടിൻ്റെ ആളുകൾക്കും പറ്റും. തുഷാരഗിരി വാട്ടർഫാൾസും മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഇതിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിന് ഇവർ ചോദിക്കുന്നത് സെന്റിന് 13,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വില കുറഞ്ഞ നല്ല ഭൂമിയാണ്. വില കുറഞ്ഞ സ്ഥലത്തിന് വേണ്ടി ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഭൂമി തന്നെയാണ്. അപ്പോൾ ഈ സ്ഥലം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലത്തെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് വിൽക്കാനും അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക. പണി സാധനങ്ങൾ വെക്കാനുള്ള ചെറിയ ഷെഡൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. മരത്തിലൊക്കെ നിറയെ കൊക്കോ കാഴ്ച നിൽക്കുന്ന കാണാം. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വെള്ളത്തിൻ്റെ സൗകര്യമാണ് ഈ കാണുന്നത്. നല്ല ഉറവയാണിത്. ഇതൊക്കെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇപ്പോൾ ശരിക്കും നല്ല വേനൽ ഇങ്ങനെ കടുത്ത് നിൽക്കുന്ന ടൈമാണ്. എന്നിട്ട് പോലും നമുക്ക് ഈ ഉറവ ഇവിടെ ഇങ്ങനെ കാണാം. ഈ ഭാഗത്തേക്കൊക്കെ സ്ഥലത്തിന് ചെരിവുണ്ട്. എന്നാലും ഇവിടെ തട്ടുകളായിട്ടാണ് നമ്മളെ സ്ഥലമുള്ളത്. ഭാഗം കണ്ടില്ല, എല്ലാ ഭാഗത്തും ഇതുപോലെ കല്ലുകൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ചാലുകളുണ്ട്. ഈ ചാലുകളൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ നിറയെ കല്ലുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇത് മഴ സമയത്ത് ഇതിലൊക്കെ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകും. അതൊക്കെ കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ്. നമ്മൾ പറഞ്ഞ നമ്മളെ സ്ഥലത്തുള്ള വെള്ളത്തിൻ്റെ മൂന്നാമത്തെ സൗകര്യമാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ നല്ല വെള്ളമാണ്. നല്ല ശുദ്ധമായ വെള്ളം, കണ്ണുനീര് പോലത്തെ വെള്ളമാണ് ഇതിലൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒന്ന് കുറച്ച് വികസിപ്പിച്ചെടുത്തിട്ട് ഒരു കുളം രൂപത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സ്ഥലത്തിൻ്റെ സൗകര്യങ്ങൾ. ഈ 6 ഏക്കർ സ്ഥലം ഉള്ളതുകൊണ്ട്, ഇതുപോലെ ഫുള്ള് തിക്നെസ് ഈ മരങ്ങൾ ഉള്ളതുകൊണ്ട് മുഴുവൻ ഭാഗങ്ങളും വീഡിയോയിൽ കാണിക്കൽ പ്രയാസം തന്നെയാണ്. ഏകദേശം ഒരു ഭാഗങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് തരിക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.